നവംബർ 12, 2025 രാവിലെ എനിക്ക് ടാബ്ലറ്റ് തന്നു. അപ്പം മുതൽ ചെറുതായിട്ട് വേദന വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ലാബ് റൂമിൽ കയറ്റിയിട്ട് വെള്ളം പൊട്ടിച്ച് കളഞ്ഞു. അതിനുശേഷമാണ് നമ്മളെ സ്യൂട്ട് റൂമിൽ കയറ്റിയത് കേട്ടോ. സ്യൂട്ട് റൂമിൽ നിൽക്കാൻ പറ്റിയത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ. വാട്ടർ ബ്രേക്ക് ഇടുന്ന അത്യാവശ്യം നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് പെയിൻ വന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് സ്യൂട്ട് റൂമിൽ മാറ്റിയപ്പോൾ അവർ ട്രിപ്പ് ഇട്ടുണ്ടായിരുന്നു. നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു നേഴ്സ് PG ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡോക്ടർ പ്രേമില ഡോക്ടർ OT ഡേ ആയിരുന്നു. ഇത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ആളിൽ നിന്ന് മുൻകൂട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പകരം അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ വേറെ ഗൈനക്കോളജിസ്റ്റ് തന്നെ നമ്മളെ നോക്കൂട്ടോ. നമ്മളുടെ BP മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു മെഷീൻ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബേബിയുടെ എനക്കും മൂവ്മെൻറ്റ് നോക്കാനുള്ള ഹാർട്ട് ബീറ്റ് നോക്കാനുള്ള മെഷീൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അത് എപ്പോഴും അവർ മോണിറ്റർ ചെയ്തിട്ടുണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് TV കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വേദന ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു കേട്ടോ. എൻ്റെ വയറൊക്കെ ഭയങ്കര ടൈറ്റാവായിരുന്നു. ഭയങ്കര പെയിനാണ്. പീരീഡ്സ് പെയിൻ അല്ല, എനിക്ക് അതിനും വലിയ എന്തോ പെയിനായിട്ടാണ് എനിക്ക് തോന്നിയത്. വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മാത്രമാണ് ബ്രേക്ക് വരുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് പെയിൻ വരാനുള്ളത് കേട്ടോ. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പിഡ്യൂറൽ എടുക്കാമെന്ന്. എപ്പിഡ്യൂറൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 99% പെയിൻ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഡൈലേഷൻ ആയിട്ട് മതി, കുറച്ച് പെയിനും കാര്യങ്ങളും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിഞ്ഞിട്ട് മതി എന്ന് ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ അതൊരു അബദ്ധമായി എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് പെയിൻ തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ വീഡിയോസും ക്ലിപ്സും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവർക്ക് തന്നെ പെയിൻ വരുന്ന എന്നെ കണ്ടപ്പോൾ പേടിയായിട്ട് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 7 മണിക്ക് എന്നെ കയറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് 2 hours കൂടുമ്പോഴാണ് അവിടെ PV ചെയ്ത് നോക്കാം. അപ്പോൾ 2 hours കൂടുമ്പോൾ നമ്മൾക്ക് 1 സെൻറ്റിമീറ്റർ ഡ്രൈലേഷൻ അങ്ങനെയൊക്കെയാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മയും ഹസ്ബൻഡാണ് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നത്. രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ വന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ, എങ്ങനെയുണ്ട്, എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് പെയിൻ വരുന്നതെന്ന് ഡോക്ടറും കാര്യങ്ങളും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഭയങ്കര ബാഡായി. എനിക്ക് ഒട്ടും പെയിൻ സഹിക്കാൻ പറ്റാണ്ട്. കാരണം എനിക്ക് ഒരു മിനിറ്റ് കൂടുമ്പോൾ പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പിഡ്യൂറൽ ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പിഡ്യൂറൽ എടുക്കുന്ന ഡോക്ടർ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ വേറെ ജൂനിയർ ഡോക്ടറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ പുറത്ത് നിർത്തിയിട്ടാണ് എപ്പിഡ്യൂറൽ എനിക്ക് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ കയറ്റി 2 പേര് പ്രസവിച്ചിരുന്നു കേട്ടോ ലേബർ റൂമിൽ. എപ്പിഡ്യൂറിൽ കുത്താനായിട്ട് എനിക്ക് കുറേ ലോക്കൽ അനസ്തേഷ്യ തന്നു കേട്ടോ. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് വെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ കുത്തിയിട്ടാണ് എനിക്ക് വെയിൻ കിട്ടിയത്. വീഡിയോയിലൊക്കെ പറയാം പെയിൻ വരാമെന്ന്. എനിക്കാണെങ്കിൽ ഒരു മിനിറ്റ് കൂടുമ്പോൾ പെയിൻ വന്നുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യാം. എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നു 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആവണ വരെ ഗ്യാപ്പ് തന്നില്ല. എപ്പിഡ്യൂറിൽ എടുത്തപ്പോഴാണ് എനിക്ക് സമാധാനം. അതുവരെ എൻ്റെ ഉള്ള പരാക്രമം ഞാൻ ചേട്ടനൊക്കെ അടിക്കാനൊക്കെ പോയിട്ടുണ്ട്, അമ്മേനൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പിഡ്യൂറിൽ എടുത്തപ്പോഴാണ് എനിക്ക് ബോധവും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അവരോട് സോറിയും കാര്യങ്ങളൊക്കെ പറയുന്ന സമയമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ വന്നിട്ട് PV ചെയ്തു നോക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് കുറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എമർജൻസി C-section ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം. എനിക്കൊരു ഓപ്പറേഷൻ ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. സംഭവം നമ്മൾ മാക്സിമം നോർമൽ ഡെലിവറിക്ക് നോക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാണ്. അപ്പം അവിടുത്തെ ഡോക്ടർ പറയുന്നത് കുഴപ്പമില്ല, ഓപ്പറേഷൻ ആയിരുന്നു. എന്ത് കുട്ടിയാ ഡോക്ടർ? കാണിക്കും അത് കഴിഞ്ഞിട്ട് ആദ്യം തനിക്ക്, അത് കഴിഞ്ഞിട്ട് ബാക്കി. സുഖപ്രസവല്ല സിസേറിയൻ അറിഞ്ഞ നിമിഷം മുതൽ അവിടെ ഭയങ്കര സീനായിരുന്നു. പ്രത്യേകിച്ച് അവളുടെ അമ്മാമയൊക്കെ. പിന്നെ ഈ ഒരു സീൻ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. ഉണ്ണിനെ കൊണ്ടുവരുന്ന സീൻ. ഉണ്ണിനെ നേരെ എൻ്റെ അമ്മയാണ് ഏറ്റുവാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവളുടെ അമ്മയിൽ കൊടുത്തു. എനിക്ക് ഉണ്ണിനെ എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ കയ്യിലെടുക്കാന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു ഫീലിംഗ് ഒന്നും ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ട് തന്നെ അറിയണം, അല്ലെങ്കിൽ അനുഭവിച്ച് തന്നെ അറിയേണ്ടി വരും. കാരണം നമ്മൾ അത്രയും നേരം ആൾക്ക് നോർമൽ ഡെലിവറി ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതുവരെ ഡോക്ടർ ഒന്ന് നോക്കിയപ്പോഴും നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് സമയത്ത് പെട്ടെന്ന് മാറിയപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഷോക്കായി. നമുക്കാളും ഷോക്കായത് അമ്മാമയ്ക്കായിരുന്നു. ആകെ ഷോക്കായിട്ട് മറ്റേ തിയേറ്ററിൻ്റെ അവിടെ
വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഉള്ളിൽ കയറ്റിയ ആളെക്കാളും ടെൻഷനായിരുന്നു. ഈശ്വര ആകെ ഇപ്പം എന്താ ചെയ്യേണ്ടത്, എങ്ങനെ സംഭവങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ആകെ പേടിച്ചിട്ടിരിക്കണ്ടായിരുന്നേ. സിസ്റ്റർ വന്ന് പറഞ്ഞു കേട്ടോ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഉണ്ണിനെ കാണിക്കുകയൊക്കെ ചെയ്തു. ഫസ്റ്റ് ഫീഡിങ് അപ്പം തന്നെ കൊടുക്കുമല്ലോ, അതൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുവരും. പിന്നെ ഇന്ന് എന്തായാലും വാർഡിലേക്ക് മാറ്റില്ല. സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ICUയിൽ കിടത്തിയിട്ട് നെക്സ്റ്റ് ഡേ ആണ് വാർഡിലേക്ക് മാറ്റുക. ബേബിനെ കൊണ്ടുവന്ന് തന്നെ NICUലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ 2 മണിക്കൂർ അങ്ങോട്ട് NICUലേക്ക് എടുത്തിട്ടാണ് നമുക്ക് തിരിച്ചു തരുന്നുണ്ടായിരുന്നുള്ള ബേബിനെ. അപ്പോൾ ബേബിനെ അവിടെ കിടത്താനായിട്ട് അവളുടെ അമ്മ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു പുറത്തേക്ക്. അവൾ വന്നപ്പോൾ ആദ്യം ചോദിച്ചും ബേബിനെ കണ്ടോ, ബേബിനെ കുറിച്ച് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവളെ നേരെ ICUലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഉണ്ണികളെ കിടത്തുന്ന NICU, ഫസ്റ്റ് ഫ്ലോറിലാണ്. സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ബേബിക്ക് ചെറിയ ഫാസ്റ്റ് ബ്രീത്തിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് NICUയിൽ ഒരു ദിവസം കിടത്തുന്നത് പറഞ്ഞു. അപ്പോൾ ബേബി വന്നിട്ട് എല്ലാവർക്കും ബേബിനെ കാണേണ്ട ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. NICU ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ ഒരു 11 മണി ഇപ്പോൾ അവളെ വാർഡിലേക്ക് കൊടുത്തു. അവളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബേബിയുടെ കാര്യം മാത്രം. ഇതിനിടയിൽ അനുചേട്ടനും മേഡത്തിനൊക്കെ ബേബിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അവർക്കുണ്ടായിരുന്ന അമല ആയുർവേദിക്ക് ലഡ്ഡൊക്കെ വന്നിട്ട് അവിടെ ലഡ്ഡൊക്കെ വാങ്ങി കൊടുത്തിട്ട് ആയുർവേദത്തിൽ കൊണ്ടുപോകും. അവള് ബേബിനെ കാണാനായിട്ട് ഭയങ്കര വാശിയായിരുന്നു. സി സെക്ഷൻ ആയതോടെ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും ബേബിനെ കാണാൻ ആഗ്രഹം കൊണ്ട് അവൾ അവിടെ നടന്നു പോകുന്നു. കുറച്ച് നടന്നപ്പോൾ നല്ല പെയിൻ ആയതുകൊണ്ട് തന്നെ പിന്നെ വീൽ ചെയർ എടുത്തു. ഫീഡ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ തന്നെ വരണല്ലോ. അവൾക്ക് ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വാർഡിൽ ഫുള്ള് ഇപ്പോൾ ബേബീസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മാത്രം ബേബീസിൽ അതിന്റെ ഭയങ്കര വിഷമം എന്തായാലും അവൾക്ക് ഉണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു. ആ വേദനകളുകൊണ്ട് തന്നെ ഫുഡൊന്നും മരി കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നടക്കാനും ഒക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് NICUക്ക് പോയി തുടങ്ങി. അങ്ങനെ ഒബ്സർവേഷൻ കഴിഞ്ഞ് നമുക്ക് ബേബിനെ കയ്യിൽ തന്നുട്ടാ. അന്ന് തന്നെ ഹിയറിംഗ് ടെസ്റ്റും BCGയുടെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിയറിംഗ് ടെസ്റ്റിൽ തൊട്ടപ്പുറത്തെ ബ്ലോക്കിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ നിന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ ബേബിനെ അന്ന് ഫസ്റ്റ് ഉണ്ട്, പിന്നെ മരിക്കാണ് ഇപ്പോഴാണ്. ഹിയറിംഗ് ടെസ്റ്റിനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. 5 മിനിറ്റ് പരിപാടി കഴിഞ്ഞു. ഇടത് ചെവി ഓക്കെ എന്ന് പറഞ്ഞു. വലത് ചെവി 6 ആഴ്ചക്കുള്ളിൽ വന്ന് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആവാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇഞ്ചക്ഷൻ എടുക്കാനാണ്. അവൻ വലിയ കരച്ചിലും ബഹളമെന്ന് വിചാരിച്ചെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായില്ല. ആദ്യത്തെ ഒരു കുത്തിന് മാത്രമാണ് ചെറിയ വേദന എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ അവളോ മാമയും കൂടെ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വലിയ പ്രശ്നമില്ലാണ്ട് ആളുടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ESIയുടെ പേയ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ അങ്ങോട്ട് അടക്കാനുള്ള പൈസ ഒക്കെ ശരിയാക്കാനായിട്ട് ഞാൻ ESIയുടെ ഭാഗത്തേക്ക് പോയി. ടോക്കണൊക്കെ വാങ്ങി ബാക്കി ബില്ലൊക്കെ സെറ്റിൽ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ സ്യൂട്ട് റൂം എടുത്തെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ നമുക്കൊരു ഫേവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇതുകൂടിയാണ് കേട്ടോ ബേബിനെ കൊണ്ടുവരിക. എന്നിട്ട് ഇറ്റ്സ് എ ബോയ് എന്നൊക്കെ എഴുതിയാണെങ്കിൽ ഏതാ കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി കാണിക്കും. അപ്പോൾ നമ്മളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കേക്ക് കട്ടിങ് ഞാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബേബിനെ അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരെ കൂടി നമുക്ക് കൊണ്ടുവന്ന് തരികയാണ്. അപ്പോൾ ആളത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം എൻ്റെ അച്ഛനും അമ്മയും അനിയനും അവളുടെ അമ്മയും ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ. അതുപോലെ നമ്മുടെ ആ സമയത്ത് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഡോക്ടർമാരും നഴ്സുമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബേബിനെ നേരെ എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ കുറച്ച് നേരം ബേബിനെ നോക്കുന്നെങ്കിലും എനിക്ക് വലിയ പ്രാക്ടീസ് ഇല്ല ബേബിനെ എടുത്തിട്ട്. ഈ ബേബി എന്നല്ല ഒരൊറ്റ ബേബി ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വേഗം തന്നെ ഞാൻ അവളുടെ അമ്മയ്ക്ക് ബേബിനെ കൊടുത്തു. ഈ ഒരു സമയത്ത് ആൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നമ്മൾ ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നു പ്രമീള ഡോക്ടറാണ്. അപ്പോൾ നമ്മളവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രമീള ഡോക്ടർ കൂടിയും ഈ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് വേണമെന്ന്. അപ്പോൾ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട് മാഡം വരുന്നും പറഞ്ഞു. ഇത് കണ്ട ബോയ് ആണെങ്കിൽ ഇവിടെ ഇറ്റ്സ് എ ബോയ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതിനൊപ്പം ബ്ലൂ ലൈറ്റ് ആയിരിക്കും. ഗേൾ ആണെങ്കിൽ ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞിട്ട് പിങ്ക് ലൈറ്റ് ആയിരിക്കും. നമ്മളൊരു 4-5 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ പുറത്ത് ലൈറ്റ് കാണാറുണ്ട്. കാരണം നമ്മുടെ വാർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മളിടയ്ക്ക് പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇങ്ങനെ ബ്ലൂ അല്ലെങ്കിൽ പിങ്കിന് മാറി മാറി കത്തണം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ ബേബി വരുമ്പോഴും ബ്ലൂ അല്ലെങ്കിൽ പിങ്ക് ലൈറ്റ് കത്തിയിട്ട് നമ്മളെ ഇറ്റ്സ് എ ബോയ് ഇറ്റ്സ് എ ഗേൾ അല്ലെങ്കിൽ എഴുതി കാണിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് വിളിക്കുന്നൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ലാണ്ട് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ വന്ന് സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞത് നമ്മളോട് അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞത്. പിന്നെ അവിടെ തന്നെ നമുക്ക് ബേബി പൗഡർ ലോഷൻ്റെ ഒക്കെ ഒരു കിറ്റ് തരും ഗിഫ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ബേബിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഒരു ഫോം ഉണ്ടാവും. അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്ത് അങ്ങനെ ബാക്കി പരിപാടികളും ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞോടുകൂടി നമ്മൾ തന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ പ്രമീള മാഡം വരാൻ വേണ്ടി മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോ സമയത്ത് ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ESIയുടെ എങ്ങനെ കോംപ്ലിക്കേഷൻ എങ്ങനെയാണ്, ബാക്കി പേപ്പറൊക്കെ ശരിയാക്കി എങ്ങനെ എമൗണ്ട് ഏകദേശം വരുന്നൊക്കെ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു എമൗണ്ട് പറഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ എമൗണ്ട് ആയിരിക്കും. സ്യൂട്ട് റൂമിനും എപ്പിഡൂറിനൊക്കെ വേറെ എമൗണ്ട് ആയിരിക്കും. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാക്കി പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കുറേ തപ്പിയായിരുന്നു ബേക്കറിയൊക്കെ. അപ്പോൾ തൊട്ടടുത്ത് വലിയ ബേക്കറികളും സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ കേക്കൊക്കെ സെറ്റായി. ഇറ്റ്സ് എ ബോയ് എന്നൊക്കെ വലുതാക്കിയിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് ബേബിനെ കൊണ്ടുവരും, അപ്പോൾ ബേബിനെ വാങ്ങണം, അങ്ങനത്തെ ഒരു സംഭവം മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചു എന്തായാലും അങ്ങനെ സംഭവം ചെയ്യല്ലേ, അപ്പോൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യാന്ന്. അപ്പോൾ അവരോട് നമ്മളോട് പറയുകയും ചെയ്തു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതുവരെ അങ്ങനെ ആരും ഇതിൻ്റെ ഉള്ള അങ്ങനെ കേക്ക് കട്ടിങ്ങും ബാക്കി പരിപാടിയും നടന്നിട്ടില്ലാന്ന്. ഇപ്പോൾ പ്രമീള മാഡം വന്നു. അപ്പോൾ കേക്ക് കട്ടിങ് ബാക്കി പരിപാടിയൊക്കെ നമ്മൾ മുമ്പോട്ട് പോവാണ്. എടുത്തു വേണം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ സ്റ്റാഫും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം അവർക്ക് നമുക്ക് അലോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവർ നമ്മളോട് പറഞ്ഞു നിങ്ങളത് ചെയ്തോളൂ, അത് കുഴപ്പമൊന്നുള്ള കാര്യമല്ലാന്ന്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ ദിവസം തന്നെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ബേബി ഒന്ന് ഓക്കെ ആവട്ടെ, എല്ലാം സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 2 ദിവസം കഴിഞ്ഞത്.
അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചതിന് ശേഷം അടുത്ത പീസ് കട്ട് ചെയ്ത് കൊടുത്തത് മാഡത്തിനാണ്. മാഡം ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറഞ്ഞത്, എന്നാലും നമ്മൾ വിളിച്ചപ്പോൾ ജസ്റ്റ് ആൾ വന്നു കേട്ടോ. അതുപോലെ അനോജ് ഡോക്ടറാണ് ആ സമയം നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാറ് ഇപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സാറിനെ കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലേബർ റൂമിൻ്റെ പോർഷൻ ഇപ്പോൾ പണിതാണെന്നാണ് അറിഞ്ഞത്. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, മുമ്പ് വേറെ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് പണിതാണ് ഈ ഒരു ഭാഗത്തൊക്കെ. അതുപോലെ പല വീഡിയോസ് കണ്ടപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ അമലയിൽ സ്യൂട്ട് റൂം ഉള്ളതും സ്യൂട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ആഗ്രഹം തോന്നിയിട്ട് അവിടെ വെച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. C-സെക്ഷൻ ആണെങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയാണ് എത്രത്തോളം വേദന എടുത്തിട്ടാണ് അവർ സഹിക്കുന്നത്. നമുക്ക് ഒന്നാമത് അറിയാം 1 to 9 months വരെ അത്യാവശ്യം വേദന സഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവുന്നുണ്ടെന്ന്. അതിനൊപ്പം ഈ പ്രസവിക്കാനായിട്ട് അവർ എത്രത്തോളം വേദന സഹിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് റിയലായിട്ട് അവിടെ കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് C-സെക്ഷൻ കൂടെ ഇപ്പോൾ അതിൻ്റെ കൂടി വേദന സഹിക്കേണ്ടി വന്നു. അതൊക്കെ ശരിക്കും ഒരു പെണ്ണിന് മാത്രം സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവൾ അതേപോലെ തന്നെ അവസാനം ഒരു ശ്രമിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നോർമൽ ആവാൻ വേണ്ടി അവസാനം ശ്രമിക്കാമെന്നും. പക്ഷെ അവൾ വിചാരിച്ചേക്കാളും ഭയങ്കര പെയിനായിരുന്നു. അതുപോലെ തന്നെ 1.5 വരെ കാത്തിരുന്നുണ്ട്, ഡയലേഷൻ ആയില്ല. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, ബേബിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കാനാണ് നമ്മൾ C-സെക്ഷൻ ചൂസ് ചെയ്തത്. അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു. ആ പരിപാടി അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ബെഡ് വളരെ വലുതായിരുന്നു. അപ്പോൾ ചെറിയൊരു ബെഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബെഡ് വാങ്ങാനായിട്ട് നമ്മൾ അന്ന് ഫസ്റ്റ് ക്രൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നൈറ്റ് തന്നെ. ഈ ഒരു ബെഡ് അത്യാവശ്യം നൈസ് തോന്നി. അപ്പോൾ അതന്നെ വാങ്ങി. നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സെക്യൂറാണ്. അപ്പോൾ സാറ്റർഡേ ആയിരുന്നു, അപ്പോൾ പൊന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് അവർ അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. കാരണം ഉണ്ണിയും ഇവളും ഉള്ളതുകൊണ്ട് തന്നെ നോക്കാനായിട്ട് കുറച്ച് പ്രയാസമെന്ന് വെച്ചിട്ട്. സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ഒന്നും ഉണ്ടാവില്ല. മൺഡേ ഡോക്ടർ വന്നിട്ട് ഡിസ്ചാർജ് പറയുന്നുണ്ടായിരുന്നല്ലോ. വിസിറ്റേഴ്സിനല്ല അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത്, ആ കഫേയുടെ ഭാഗത്തും ആ ക്യാൻറ്റീൻ്റെ ഭാഗത്തൊക്കെ പോയിരിക്കുകയാണ് ചെയ്യാറ്. ഇന്നങ്ങനെ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സൊക്കെ വരാറുള്ളൂ സൺഡേസിൽ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തൊട്ടപ്പുറത്ത് അമ്മല ആയുർവേദ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയിട്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ബാക്കി ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മൺഡേ ഡിസ്ചാർജ് ആയി. അപ്പോൾ നമ്മളെ കാണാനായിട്ട് ബെല്ലിച്ചിനും ഏടത്തിമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ബേബീസൊക്കെ ആയിട്ട്. അപ്പോൾ അവരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ബേബിനൊക്കെ അവർ കണ്ട് തിരിച്ചു പോയത്. അപ്പോൾ ഒരു 9 മാസത്തെ വലിയൊരു ജേണിയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നേരെ എല്ലാ കാര്യങ്ങളും പാക്കൊക്കെ ആക്കിയിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഉണ്ണിയുടെ ഇനി വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചോളൂ കേട്ടോ.